ये शरणम अय्यप्पा पथनम थिट्टाइले एंडे सहोदरी सहोदरनमारे एल्लावरकुम अंडे नमस्कारम। आज पथनम थिट्टा का ये माहौल बता रहा है कि इस बार केरला में कमल खिलने जा रहा है। केरला में जनता हमें पिछले चुनावों में डबल डिजिट वोट परसेंट वाली पार्टी बना चुकी है। अब बीजेपी के लिए डबल डिजिट सीट्स की मंजिल बहुत दूर नहीं है। बीजेपी यहां की युवा ऊर्जा को बढ़ावा दे रही है। यहां बीजेपी के उम्मीदवार भाई अनिल के एंटनी आपकी सेवा के जज्बे से भरे हुए हैं। ऐसी ही फ्रेशनेस की केरला की पॉलिटिक्स को जरूरत है। इसलिए अब केरला के लोग भी कह रहे हैं अब की बार 400 पार, अब की बार इत्तमणा नानूरिल अधिगम, इत्तमणा इत्तमणा ഇത്തവണ ഇവിടെ വന്നപ്പോഴ് നിങ്ങളുടെ ഈ ഇളകി പറയുന്ന അന്തരീക്ഷം കണ്ടപ്പോഴ് ഒരു കാര്യം ഉറപ്പായി, ഈ പ്രാവശ്യം കേരളത്തില് താമര വിരിയുമെന്നുള്ള കാര്യം ഉറപ്പായി. അതുപോലെ തന്നെ പറയുവാൻ സാധിക്കും, കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കത്തിലുള്ള ശതമാനത്തിൽ വോട്ട് നൽകുകയുണ്ടായി. ഇപ്രാവശ്യം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലെ ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് 2 അക്കത്തിലുള്ള എന്താണ് പറഞ്ഞത്? 2 അക്ക സീറ്റ് എന്നത് വീണ്ടും മോദി ആവർത്തിക്കുകയാണ്. പത്തനംതിട്ടയിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രനും ശരണ്യ സ്നേഹജനും ചേരുന്നുണ്ട്. ആദ്യം രഞ്ജിത്തിലേക്ക്. രഞ്ജിത്ത്, എത്രത്തോളം ആവേശത്തിലായിരുന്നു പത്തനംതിട്ട മോദിയെ സ്വീകരിച്ചത്? എത്രത്തോളം ആത്മവിശ്വാസത്തിലാണ് മോദി പത്തനംതിട്ടയിൽ വോട്ട് ചോദിച്ചത്? തീർച്ചയായും 400-ൽ പരം സീറ്റുകൾ, 400-ന് മുകളിൽ സീറ്റുകൾ ഇന്ത്യ മുഴുവൻ നേടും എന്നുള്ള ആത്മവിശ്വാസം മോദി പത്തനംതിട്ടയിലും ആവർത്തിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാളത്തിൽ പ്രസംഗം ആരംഭിച്ചു, സ്വാമിയെ ശരണമയ്യപ്പ വിളിച്ചു. അതിനുശേഷം മലയാളത്തിൽ ജനങ്ങളോട് ഇത്തവണ 400 കടക്കും എന്ന് 3 തവണ പറഞ്ഞാണ് മോദി ഈ ഇവിടെ കൂടിയ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണാം, ഈ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ലക്ഷോപലക്ഷം പ്രവർത്തകർ ഈ കൊടിയ ചൂടും അവഗണിച്ചാണ് അവർ നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാനായി ഇവിടെ കാത്തുനിന്നത്. അത് മണിക്കൂറുകൾ നീണ്ടു അദ്ദേഹത്തിന്റെ പരിപാടി. കാരണം നേരത്തെ ഒരു 1:15 മണി എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ പോലും പിന്നീട് അത് വല്ലാതെ നീണ്ടു. 2 മണി കഴിഞ്ഞു പ്രധാനമന്ത്രി ഇവിടെ എത്താൻ. അതിനുശേഷം അദ്ദേഹം ഏതാണ്ട് 40 മിനിറ്റോളം അദ്ദേഹം പ്രസംഗിക്കുകയും ചെയ്തു. അല്പം മുമ്പാണ് അദ്ദേഹം തിരിച്ച് ആ ഇൻഡോർ സ്റ്റേഡിയത്തിലെ തൊട്ടടുത്തുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലെ ഹെലിപാഡിലേക്ക് മടങ്ങിയത്. അവിടെ നിന്ന് കൊച്ചിയിലേക്കാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇത്തവണ കേന്ദ്ര സർക്കാരിന്റെ നിരവധി വാഗ്ദാനങ്ങൾ അദ്ദേഹം ഇതുമായി നടപ്പിലാക്കിയ വിവിധ കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. ഒപ്പം കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകളുടെ കയ്യിലാണ് കേരളം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട പരാമർശം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. നിയമ സംവിധാനം തകർന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകണമെങ്കിൽ LDF UDF ഭരണം മാറണമെന്നും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. അധികാരത്തിൽ വരാൻ വേണ്ടി എന്ത് വൃത്തികേടും കാണിക്കുന്ന സർക്കാരുകളാണ് കേരളം ഭരിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ഈ സർക്കാരുകൾ ചെയ്യുന്നില്ല. ഇവിടുത്തെ ശത്രുക്കൾ ഡൽഹിയിൽ മിത്രങ്ങൾ എന്ന കാര്യവും അദ്ദേഹം ആവർത്തിച്ചു പറയുകയുണ്ടായി. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അധികാരത്തിൽ നിന്ന് പുറത്തായാൽ തിരിച്ചു വരികയില്ല. ത്രിപുരയിലും ബംഗാളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു. ഈ കേരളത്തിലെ ജനങ്ങൾ പുരോഗമന ചിന്ത ഉള്ളവരാണ് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഒപ്പം കേന്ദ്ര സർക്കാർ കേരളത്തിന് വേണ്ടി രാജ്യത്തുടനീളം നടപ്പിലാക്കിയ നിരവധി പ്രവർത്തനങ്ങൾ, പദ്ധതികൾ അദ്ദേഹം എടുത്ത് കാണിക്കുകയുണ്ടായി. ഉജ്ജൽ ഗ്യാസ് യോജന, കിസാൻ സമ്മാൻ നിധി, ഗരീബ് കല്യാൺ യോജന
യോജന, ജൽജീവൻ മിഷൻ എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നരേന്ദ്രമോദി ആളുകളെ കയ്യിലെടുത്തത്. വലിയ ആവേശത്തിലായിരുന്നു പ്രവർത്തകർ ഇവിടെ ഓരോ സമയത്തും ഉണ്ടായിരുന്നത് എന്നുകൂടി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. വലിയ ആവേശം പ്രവർത്തകരുടെ ഭാഗത്തുണ്ട്. ഇപ്പോൾ അവർ ഈ പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ശരി, രഞ്ജിത്ത്, ശരണ്യ സ്നേഹജൻ കൂടി ചേർന്നുണ്ട്.